ഗെയ്സ്, അങ്ങനെ നമ്മൾ ഇൻസൈഡിൻ്റെ 13ാമത്തെ എപ്പിസോഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആ പേടകത്തുനിന്ന് രക്ഷപ്പെട്ട് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കരയിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കുരിശ് എന്താ വരാൻ പോകണമെന്ന് നോക്കാം. ഞാൻ നടന്ന് പോവാണ്. പോകുന്ന വഴിക്ക് ഒരു ഡോറ് ഉണ്ട്. ജസ്റ്റ് അതെങ്ങനെ തുറക്കും? തള്ളാൻ പറ്റുന്നുണ്ട്. തള്ളി തുറന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഡോർ തുറന്ന ഉടനെ ദേ കിടക്കുന്നു. ഇങ്ങനെ ചത്തിട്ടില്ല. ഇതേ ഉള്ളിലൊരു സോംബീനെ ജയിലിലിട്ടിരിക്കുന്നു. ഓക്കെ, രക്ഷപ്പെടുത്താം. ഓ മൈ ഗോഡ്, എൻ്റെ ഊര് പോരാ. ഒറ്റയ്ക്ക് പിടിച്ചാൽ പൊന്തൂല. നേരത്തെ അപ്പുറത്ത് വണ്ടി ഉണ്ടായിരുന്നു, ഇടിച്ച് പൊളിക്കായിരുന്നു. നമുക്ക് പോവാം. നമ്മൾ മുന്നോട്ട് തന്നെ, അയാളവിടെ കിടക്കട്ടെ. നമ്മളിങ്ങനെ ഓട്ടാണ്. അടുത്ത എന്ത് പണി കിട്ടുമെന്ന് വിചാരിച്ചോണ്ട് ഇതേ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഇവിടെ ഒരു സാധനം എന്തോ ഉണ്ട്, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് വിട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്തോ ഒരു കുറ്റിയും ഒരു 3 സ്വിച്ച് പോലെ എന്തോ ഉണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മുന്നോട്ട് പോയി നോക്കാം അടുത്തത് എന്താ ഉള്ളതും. ഓക്കെ, ഇവിടെ ഒരു മെയിൻ സ്വിച്ച് പോലത്തെ ഒരു സംഭവമുണ്ട്. ഓണാക്കി. ഇവിടെ ഒരു സോംബി ഉണ്ട്. 19 എന്ന് പറഞ്ഞ നമ്പർ വന്നിട്ടുണ്ട്. ഒരു സോംബി ആ ഒരു വൈറ്റിൻ്റെ മുകളിൽ കയറി. ഞാൻ കയറിയപ്പോൾ നമ്പർ കുറഞ്ഞു, 18ആയി. ഞാൻ പോയപ്പോൾ നമ്പർ മാറി 19ആയി. എന്തിനൊന്നും. ഓക്കെ, ഇതല്ലാണ്ട് മുന്നോട്ട് പോയിട്ട് രക്ഷയൊന്നുമില്ല. ഒന്നാവുന്നില്ല. ഈ സോംബിയൊക്കെ എന്തിനാണോ അതിൻ്റെ മുകളിൽ കയറിക്കുന്നത്? ഇപ്പുറത്ത് വേറൊരു സോംബിയും കൂടി ഉണ്ടല്ലോ. ചാടി പൊളിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമ്മുടെ മറ്റേ വണ്ടിയായിരുന്നെങ്കിൽ ചാടി പൊളിച്ചാൽ. നമ്മളെന്തായാലും ഇപ്പോൾ എന്തോ ഒരു 19 എന്ന് പറഞ്ഞ നമ്പർ കണ്ടിട്ടുണ്ട്. എന്തിനു വന്നു ഏതിനു വന്നു ഒരു ഐഡിയ ഇല്ല. നമുക്ക് നോക്കാം. ഇനി എന്തായാലും മുന്നോട്ട് പോയിട്ട് രക്ഷയില്ല, പുറകോട്ട് പോയി നോക്കാം. നമ്മളിവിടെ ലിവർ ഓൺ ആക്കിയതല്ലേ. എന്തായാലും കത്തി നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഒരു 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. കത്തി. ലിഫ്റ്റാണ് ഗൈസ്. ഞാൻ മേലോട്ട് ആക്കിയപ്പോൾ പോണ മേലേക്ക്. ലിഫ്റ്റിൻ്റെ ടയറായിരുന്നു. ഈ ലിഫ്റ്റിൽ മേലെ കയറി വന്ന് 19 താഴെ. ചാടിയാൽ വീഴും. അപ്പുറത്തേക്ക് പോകാൻ വേറെ വഴിയില്ല. ചാടിയാൽ ഞാൻ എന്തായാലും താഴെ എത്തുള്ളൂ. നമുക്ക് ഈ ലിഫ്റ്റിൻ്റെ ഇടതുവശത്തേക്ക് പോകാം. ബാക്കോട്ട്. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ഒരു പെട്ടിക്കകത്ത് 1, 2, 3 സോംബീസ്. എന്തിനാണോ ഇവരിവിടെ ഉള്ളത്? തള്ളി താഴെടാൻ പറ്റുന്നുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർ കൂട്ടിനകത്തിട്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. എന്തിനും ഇവരിവിടെ വന്നു എന്ന് പോലും അറിയില്ല. എന്തിനോ വേണ്ടി ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരമായിട്ട്. നമുക്ക് താഴേക്ക് പോകാം. നമ്മളിപ്പോൾ താഴേക്ക്. എവിടെയാ എന്ത് ക്ലൂ ഒളിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. താഴേക്ക് നല്ല ദൂരമുണ്ടല്ലോ. ഇത് എത്തണില്ലേ? അടിയിലൊക്കെ പോയി ശ്വാസം കിട്ടുള്ളൂ. താഴെ എത്തി. ഇവിടെ എന്താ അറിയില്ല. തിരിക്കാനൊരു സാധനം ഉണ്ട് ഇവിടെ. തിരിച്ചു നോക്കും. തിരിക്കുമ്പോൾ വേറൊരു ടൈപ്പ് ലിഫ്റ്റ്. താഴെ എത്തി. അത് തിരിച്ചു കയറിപ്പോയി. ഇനി അങ്ങനെ തിരിച്ചു ചെയ്യുമ്പോൾ ഒരു കോണിയുണ്ട്, പക്ഷെ അത് ചാടിയാലും എത്തൂല.
ആ ഇതാ ഇവിടെ നിൽക്കുന്ന കുറേ സോംബീസ്, 2 3 5 സോംബീസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരുത്തി നിൽക്കുക പോവാ. എല്ലാവരും വെച്ചെടുത്ത് വെച്ചൊക്കെയാണ് ഇങ്ങനെ നിൽക്കുകയാണ്. വെള്ളത്തിലേക്ക് ചാടി തേവി എടുത്ത വെള്ളത്തിലുള്ള പരിപാടിയാണ്. വെള്ളത്തിലുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കരക്കൂടുള്ള പരിപാടിയാണ് നോക്കി. ഇങ്ങോട്ടാണ് വെള്ളത്തിൻ്റെ അടിയിലെന്താണ് ഒരു വഴി കാണുന്നുണ്ട്. ഞാൻ മേലെ കയറിക്കും, അല്ലെങ്കിൽ ഇപ്പം തീരും. ശ്വാസം മുട്ടി തുടങ്ങി. ഇനിയും താഴെ ഇറങ്ങി എന്തോ ഇതിൻ്റെ അടിയിൽ കൂടിയാണ് പോകേണ്ടത്. എവിടേക്കാണ് പോകുന്നതെന്ന് ഒരു അന്തമില്ല. കരക്കെത്തി പോയി. ഓ ഇനിയിപ്പോൾ ഇത് ചാടി കിടക്കാൻ പറ്റും. ഓ ഇത് പിടിച്ചു കയറാൻ പറ്റുന്ന സ്ഥലം. വെളിച്ചമല്ല അതും പിടിച്ചു കയറുന്നു. ഇതാ ഇവിടെ വള്ളിയുണ്ട്. നോക്കി വള്ളിച്ചു. ഓ ഒരു വള്ളിയിൽ നിന്ന് അടുത്ത വള്ളിയിലേക്ക് കുരങ്ങനോ. ചാടിക്കോ. യെസ്. അപ്പം അടുത്ത വള്ളിയിൽ നിന്ന് നേരെ അപ്പുറത്തേക്ക് ഒരു ചാട്ടം കാണാം. അടുത്ത വരെ പിടിച്ചാടാം. അതാവുമ്പോൾ എത്തുള്ളൂ, അല്ലെങ്കിൽ എത്തില്ല. ജസ്റ്റ് എന്നിട്ടും വലിക്കാട്ടോ എത്തിയത്. ഓരോ വാലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. ചാടിയ കിട്ടുമോ കിട്ടി. ഓക്കെ ഓക്കെ. ഇവിടെ മറ്റേ തലയിൽ നിൽക്കുന്ന ഇവരുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനം. മൈ ഗോഡ്, അതവിടെ തൂങ്ങി നിൽക്കുകയല്ലായിരുന്നു. എനിക്കത് വെച്ച് നടക്കാൻ പറ്റുന്നുണ്ട്. ഓ മുമ്പോട്ടും ബാക്കോട്ടും നടക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ പുറകെ വരുന്നു. 3 2 5 ഓക്കെ എന്നാൽ 5 വരുമ്പോൾ ഒരു എന്നെ എടുത്തു വെക്കുന്നു. ഓ എടുത്തു പൊക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആ കോണി കയറാം. അതിൻ്റെ ചുവട്ടിൽ നിന്നാൽ മതി. എൻ്റെ അടിമകൾ. ഞാൻ മാത്രം കയറിയാൽ മതി. ഇവർ കയറി വരും. ഇവരടി കൂടെ വരുന്നു. അതടിപൊളി പരിപാടിയായി. ഓ ഇവരെ കയറ്റാൻ വേണ്ടി ലിഫ്റ്റിൽ നിന്ന് താത്താം. അപ്പോൾ ഇവർ കയറും. അത് കറക്റ്റ് കണക്കാക്കി അവർ ആ ലിഫ്റ്റിന് പുറകിൽ നല്ല ചമ്മന്തിയായി പോകാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ലിഫ്റ്റിൽ കയറി നിൽക്കണം ഗൈസ്. ഓക്കെ ഇവരെയും കൊണ്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ പറഞ്ഞു. നമുക്കെന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താം. ഈ ലിഫ്റ്റ് കയറിയിട്ട് നിർത്താം. ഇനി നമുക്ക് ഇവരെയും കൊണ്ട് എന്ത് പണിയുണ്ടെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ഗൈസ്.